സൗമ്യ സീരിയൽ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മൗനരാഗം സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡ് സരയു ഷാരിയോട് പറയുന്നുണ്ട്, അപ്പുറത്തെ വീട്ടിലെ ആ കല്ലുന്റെ ബർത്ത്ഡേ 28-ാം തീയതി, അന്ന് തന്നെ എന്റെ കൊച്ചിന്റെ നൂലുകെട്ട് നടത്തണം. അപ്പം ഷാരി പറയുന്നുണ്ട്, അതെങ്ങനെ നടത്താൻ പറ്റും? 27-ാം തീയതിയല്ലേ ആവുള്ളൂ, 28. അപ്പൊ പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, ഒരു ദിവസത്തിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അവിടെ ഇങ്ങനെ ആഘോഷം നടക്കുമ്പോൾ അന്ന് തന്നെ എന്റെ കൊച്ചിന്റെയും നൂലുകെട്ട് 28-ാം തീയതി നടത്തണമെന്ന് പറയുക. അപ്പത്തേനും പറയുന്നുണ്ട്, എന്തിനാ മോളെ അവരുടെ കൂടെ ഇങ്ങനെ ജയിക്കാൻ നിൽക്കുന്നത്, നമ്മൾ അവരുടെ കൂടെ തോൽക്കത്തേ ഉള്ളൂ എന്നൊക്കെ പറയുക. അപ്പം സരയു പറയുന്നുണ്ട്, അങ്ങനെ നമ്മൾ തോക്കുമെന്ന് വിചാരിച്ചാൽ ഒരു കാര്യവും നടക്കത്തില്ല, എന്തായാലും അന്ന് തന്നെ നമുക്കും ഇവിടെ 28 നടത്തണമെന്ന് പറയുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സരയുവിന്റെ അച്ഛനും അതുപോലെ മനോഹരും വരുന്നുണ്ട് കേട്ടോ, ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പത്തേനും മനോഹര് സരയുവിന്റെ അച്ഛനോട് പറയുന്നുണ്ട്, ഇനിയും വഴക്ക് കൂടി തല തല്ലി പൊട്ടിച്ചു വെക്കണ്ടെന്ന് പറയുക. അപ്പത്തേനും സരയുവിന്റെ അച്ഛൻ പറയുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, എന്റെ ഈ മുറിവ് പെട്ടെന്ന് ഉണങ്ങിക്കോളും, പക്ഷെ എന്റെ മനസ്സിന് നീ തന്ന മുറിവ് അത് എനിക്ക് ഒരിക്കലും ഉണങ്ങത്തില്ല എന്ന് പറയുക. അങ്ങനെ പറഞ്ഞിട്ട് ഇവരകത്തോട്ട് പോവാട്ടോ. അപ്പം ഷാരിയാണെങ്കിൽ സരയുടെ അച്ഛനെ കണ്ടപ്പോ ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുവാട്ടോ. എന്നിട്ട് സരയു പറയുന്നുണ്ട്, എന്തായാലും രണ്ടുപേരും ഇനി ഒരു റൂമിൽ കിടക്കണ്ട, രണ്ടുപേരും മാറി കിടന്നാൽ മതി, ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ രണ്ടുപേരെ കാണുമെന്ന് തന്നെ എനിക്ക് സംശയമുണ്ടെന്ന് പറയുക. അപ്പത്തേനും സരയുടെ അച്ഛൻ പറയുന്നുണ്ട്, എന്തായാലും കൊല്ലണമെങ്കിൽ എന്നെ കൊന്നോട്ടെ, ഞാനിപ്പം മരിച്ചു തന്നെയാ ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവാട്ടോ. അപ്പത്തേനും സരയു പറയുന്നുണ്ട്, വരൂ അച്ഛന്ന് വിളിച്ചിട്ട് സരയുടെ അച്ഛൻ ഇങ്ങനെ അകത്തോട്ട് പോവാ. അപ്പത്തേനും മനോഹര് ഷാരിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നോടുള്ള ദേഷ്യമാണോ നിങ്ങളുടെ ഭർത്താവിനോട് തീർത്തേന്ന് പറയുക. അപ്പത്തേനും ഷാരി പറയുന്നുണ്ട്, അങ്ങനെ തന്നെയാ ചെയ്തത്, എനിക്ക് ആരോടത്തേയും തീർക്കണ്ടേ എന്റെ ദേഷ്യം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട്, ഈ ദേഷ്യം നിങ്ങളെ മോളെടുത്ത് പറയല്ലേ, നിങ്ങളുടെ മോൾ ഇത് അറിയുവാണെങ്കിൽ അച്ഛനെയും അമ്മയും അവള് തന്നെ തീർത്തോളും. ഒരു കാരണവശാലും ഈ സത്യങ്ങളൊന്നും നിങ്ങളുടെ മോൾ അറിയാൻ പാടില്ല. നിങ്ങളുടെ ഭർത്താവിന് ചെറിയൊരു സംശയമുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് സത്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു എന്നൊരു സംശയമുണ്ട്, ഞാൻ ഇല്ലെന്നാണ് പറഞ്ഞേക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് പോവാട്ടോ. അപ്പൊ അതിനുശേഷം നമ്മുടെ കല്യാണിയും കിരണും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. പറയുന്നുണ്ട്, എന്തായാലും സരയുടെ കൊച്ചിന് 28 അന്ന് നടത്താൻ വേണ്ടി അന്നാണ് അമ്മയ്ക്ക് പോകാനായിട്ട് തീരെ താല്പര്യമില്ലെന്ന് കിരണ് പറയുന്നുണ്ട്. അപ്പത്തേന് നമ്മുടെ കല്യാണി പറയുന്നുണ്ട്, എന്തായാലും എല്ലാരും പിണക്കങ്ങളൊക്കെ മാറി സന്തോഷമായിട്ടുള്ള ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അത് നടക്കൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും അങ്കിളിന് ഒരു സത്യങ്ങൾ അറിഞ്ഞിട്ട് ഒരു മാറ്റവും ഇല്ല, സരയും ഈ സത്യങ്ങളൊക്കെ അറിയുമ്പോഴത്തേനും അവരുടെ മനസ്സിന് അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുമെന്ന് ചോദിക്കുക. അപ്പൊ കിരണ് പറയുന്നുണ്ട്, എനിക്കറിയാന്നുള്ള സരയുവാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ആവത്തില്ല, കൂടുതൽ അപകടകാരി ആവത്തേ ഉള്ളൂ, നിന്റെ സൗഭാഗ്യങ്ങളെ തട്ടിയെടുക്കാനേ അവൾ ശ്രമിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഷാരിയാണെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ മനോഹർ പോയിട്ട് പറയുന്നുണ്ട്, കൊച്ചിന്റെ നൂലുകെട്ടല്ലേ മറ്റന്നാ, അപ്പത്തേനും ഒരു അരഞ്ഞാണവും സ്വർണ്ണമാലയൊക്കെ നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തരണം, ഞാൻ വാങ്ങിച്ചതായിട്ട് അത് ഞാൻ സരുവിന്റെ കയ്യിൽ കൊടുക്കുമെന്ന് പറയുക. എന്നിട്ട് ഇത്ര ദുഷ്ടനാണോ നീ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളല്ലല്ലോ ആ കൊച്ചിന്റെ മുത്തശ്ശി, നിങ്ങളല്ലല്ലോ ആ കൊച്ചിന്റെ സരയുവിന്റെ അമ്മ, നിങ്ങളല്ലല്ലോ, നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ, ഇതൊക്കെ ഞാൻ അവളോട് പറഞ്ഞാലുണ്ടല്ലോ അവൾ ആത്മഹത്യ ചെയ്യും എല്ലാ സത്യങ്ങളും, നിങ്ങളുടെ ഭർത്താവിന്റെ അഭിഹിതത്തിലുണ്ടായ കൊച്ചല്ലേ, ഇതൊക്കെ സരയു അറിയുമ്പോഴത്തേനും അവള് പിന്നെ എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെ അറിയാലോ, എല്ലാ സത്യങ്ങളും ഞാൻ അവളോട് പറയും, നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞതുപോലെ എനിക്ക് തരാനുള്ള കാശ് തന്നാൽ അപ്പോൾ ഞാൻ പൊക്കോളാം, അതുവരെ ഇങ്ങനെ തന്നെ തുടരുമെന്നൊക്കെ പറയുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് മാലയും അതുപോലെ സ്വർണവും നിങ്ങൾ മേടിച്ചു തരണമെന്ന് പറയുക. അപ്പം തരാടാ എന്ന് നമ്മുടെ ഷാരി പറയുക മനോഹരനോട്. എന്നിട്ടാണെങ്കിൽ പറഞ്ഞിട്ട് ഇങ്ങനെ പോവാട്ടോ. മനോഹർ നേരെ പോകുന്ന സരയുവിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നമ്മുടെ സരയു പറയുന്നുണ്ട്, നമ്മുടെ കൊച്ചിന്റെ നൂലിട്ട് 28-ാം തീയതി നടത്തണമെന്ന് പറയുക. അപ്പത്തേനും പറയുന്നുണ്ട്, മനോഹർ പറയുന്നുണ്ട്, അത് പിറ്റേ ദിവസമല്ലേ, അപ്പൊ അത് കുഴപ്പമില്ല, അപ്പുറത്ത് ആ കല്ലു ചെക്കന്റെ ബർത്ത്ഡേയും ബർത്ത്ഡേ 28-ാം തീയതിയാണ്, ആ ആഘോഷം നടക്കും, നമുക്കും ഇവിടെ ആഘോഷം നടക്കണം എന്നിങ്ങനെ മനുവേട്ടാന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പത്തേന് എന്തിനാ മോളെ ഇങ്ങനെ വാശി പിടിക്കുന്നതെന്നൊക്കെ പറയുക. എന്നിട്ട് പറയുന്നുണ്ട്, സരയു പറയുന്നുണ്ട്, അപ്പം മനോഹർ പറയുന്നുണ്ട്, സ്വർണ്ണങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ പോണമെന്ന് പറയാം. അപ്പം സരയു പറയുന്നുണ്ട്, അത് സ്വർണ്ണമൊക്കെ ലോക്കറിൽ ഇരിപ്പുണ്ടല്ലോ, അത് കൊടുത്തിട്ട് നമുക്ക് മാറ്റി വാങ്ങാന്ന് പറയുക. അപ്പത്തേന് മനോഹർ പറയുന്നുണ്ട്, അതൊക്കെ
നമുക്ക് അമേരിക്കയിൽ പോയിട്ട് ഡോളർ ആക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സരയു പറയുന്നുണ്ട്, അമ്മ അമ്മ ഒരാൾ പറഞ്ഞു ഇവിടെ ഒരാള് സ്വർണ്ണമൊന്നും മനുവേട്ടന് തരല്ലെന്ന്. ആരെന്ന് ചോദിക്കുമ്പോ അമ്മ പറഞ്ഞായിരുന്നു, അച്ഛനും ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. എന്നിട്ട് സരയു പറയുന്നുണ്ട്, അപ്പൊ മനോഹർ പറയാ, അത് നിന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ മാനസികമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാ. എന്നിട്ട് സരയു പറയുന്നുണ്ട്, എനിക്കിപ്പം എന്റെ സ്വന്തം എല്ലാം നഷ്ടപ്പെട്ടു പോയി, അച്ഛനും അമ്മയൊക്കെ പോയി, ഇനി മനുവേട്ടനും അതുപോലെ തന്നെ കുഞ്ഞുമായിട്ടുള്ള ഒരു സന്തോഷ ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുക കേട്ടോ. ഇങ്ങനെ ജ്വല്ലറി പോകുമ്പോഴത്തേക്കും കിരണിന്റെ അച്ഛനും അമ്മയും ഇങ്ങനെ അവിടെ സ്വർണ്ണം മേടിച്ചോണ്ടിരിക്കുക കേട്ടോ. അപ്പത്തേനും ശാരിയാണെങ്കിൽ ഇവരെ കണ്ടപ്പോ ഇങ്ങനെ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് കിരണിന്റെ അച്ഛനും അമ്മയും കാണുക കേട്ടോ. കണ്ടിട്ടാണെങ്കിൽ പറയുന്നുണ്ട്, ഇങ്ങോട്ട് വരൂ എന്നൊക്കെ പറയുക. എന്നിട്ട് സ്വർണം മേടിക്കാൻ വന്നേന്ന് ശാരി പറയുക. അപ്പത്തേനും പറയുന്നുണ്ട്, സ്വർണം വാങ്ങാൻ തന്നെയുണ്ട് എല്ലാരും വരുന്നത് എന്ന് പറഞ്ഞിട്ട് ശാരി സ്വർണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ 2 സ്വർണ്ണ വള കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് മാറ്റിയിട്ട് 28 കുട്ടിക്കുള്ള മാലയും അരഞ്ഞാണോ വേണമെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് കിരണിന്റെ അച്ഛനും അമ്മയും നിൽക്കുന്നുണ്ട്. അപ്പം കിരണിന്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇവർക്ക് നല്ലതുപോലെ അവിടെ ജീവിച്ചിരുന്നെങ്കിൽ എങ്ങനെ ജീവിക്കേണ്ടതായിരുന്നു, ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരത്തില്ലായിരുന്നല്ലോ, ലോക്കറിലുള്ള സ്വർണ്ണങ്ങളൊക്കെ വിറ്റ് തുലയ്ക്കുക ചെയ്യുന്നതെന്നൊക്കെ പറയുക കേട്ടോ. കിരണിന്റെ അമ്മയോട് പറയുക. എന്നിട്ടാണെങ്കിൽ ശാരി വിചാരിക്കുന്നുണ്ട്, ഇതൊക്കെ സ്വർണം മാറ്റി വാങ്ങണമെന്ന് അറിഞ്ഞിട്ട് പോലും സ്വർണത്തിന്റെ കാശ് കൊടുക്കാന്ന് പറയുന്നില്ലല്ലോ, എന്റെ ഒരു വിധി, എന്റെ കഷ്ടകാലം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ സ്വർണത്തിന് കൊടുക്കേണ്ട കാശ് പോലും തികയുന്നില്ല ആ സ്വർണം കൊണ്ട്. എന്നിട്ടാണെങ്കിൽ കിരണിന്റെ അച്ഛനും അമ്മയും കിരണിന്റെ അച്ഛൻ പറയുന്നുണ്ട്, ആ മാല എടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കിരണിന്റെ അമ്മയുടെ കഴുത്തിലോട്ടൊക്കെ വെച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് 12 പവൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുക. ഇതൊക്കെ ശാരി ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുക കേട്ടോ. എന്നിട്ടാണെങ്കിൽ ശാരിയാണെങ്കിൽ വാങ്ങിയ സ്വർണ്ണമായിട്ട് മനോഹറിന്റെ അടുത്തോട്ട് പോവുക കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.